എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു റേസ് വേൾഡ് ഓഫ് കളേഴ്സ്. ഇന്നൊരു വെജിറ്റേറിയൻ റെസിപ്പി ആയിട്ടാണ് എത്തിയിട്ടുള്ളത്. വെള്ളരിക്കയും മാങ്ങയും മോരൊഴിച്ച് കൂട്ടാൻ, അങ്ങനെയാണ് പറയാ ഞങ്ങളുടെ വീട്ടിൽ. വലിയ പേരല്ലേ. വെള്ളരിക്കയും മാങ്ങയും കൂടിയുള്ള കൂട്ടാൻ നമുക്ക് ഷോർട്ടായിട്ട് വിളിക്കാം. വെള്ളരിക്കയും മാങ്ങടിയും കൂട്ടാൻ ഉണ്ടാക്കാൻ ഏറ്റവും മെയിൻ ഇൻഗ്രീഡിയൻസ് വെള്ളരിക്ക വേണം. ഞാനിതാ കണി വെച്ച വെള്ളരിക്കയാണ് എടുക്കുന്നത്. പിന്നെ മോര് വേണം, തേങ്ങ വേണം, ചെറിയ തേങ്ങ, പിന്നെ മാങ്ങ, ഓഫ് കോഴ്സ് പച്ചമാങ്ങ വേണം. പച്ചമാങ്ങ അത് ഞാൻ പുളി അനുസരിച്ചിട്ട് ഒന്നിടുമോ രണ്ടിടുമോ എന്നുള്ളത് തീരുമാനിക്കുള്ളൂ. ഒരുപാട് പുളി ഉണ്ടെങ്കിൽ ഒന്നേ ഇടുള്ളൂ, പുളി കുറവാണെങ്കിൽ രണ്ടെണ്ണം ഇടും. അപ്പോൾ പിന്നെ ബാക്കിയുള്ള സാധനങ്ങളൊന്നും കാണിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ വീട്ടിലുള്ള മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, പിന്നെന്താ താളിക്കാൻ വേണ്ടി കറിവേപ്പില, ചുവന്ന മുളക്, ഉലുവ, കടുക്, വെളിച്ചെണ്ണ, ഇത്രയും കുറച്ച് സാധനങ്ങളേ വേണ്ടുള്ളൂ. വെള്ളരിക്കൊക്കെ നമ്മുടെ വീട്ടിൽ വെജിറ്റബിൾസ് മേടിക്കുമ്പോൾ എപ്പോഴും ഒരു വെള്ളരിക്ക എന്തായാലും മേടിച്ച് വെക്കും, കാരണം എന്തെങ്കിലും കൂട്ടാനുണ്ടാക്കാമെന്ന് വെച്ചിട്ടല്ലേ. അതുപോലെ ഇപ്പോൾ മാങ്ങയുടെ സീസണാണ്, മാങ്ങയും ഉണ്ടാവും. ഇത് വിഷുവിന് ഇപ്രാവശ്യം കണി വെച്ച വെള്ളരിക്കയാണ്. അപ്പോൾ ഞാനിങ്ങനെ സാധാരണ നമ്മുടെ വീടുകളിലൊന്നും ചെയ്ത് കണ്ടിട്ടില്ല. അച്ഛമ്മയുടെ വീട്ടിലൊക്കെ ഞാൻ പണ്ട് കണ്ടിട്ടുണ്ട് ഇങ്ങനെ കെട്ടി തൂക്കിയിടുന്നത്. അങ്ങനെ ഒന്ന് കെട്ടി തൂക്കിയിട്ടാലോ എന്നൊക്കെ എൻ്റെ മനസ്സിലൊരു പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷേ പിന്നെ ഞാൻ ആ പ്ലാൻ വേണ്ടെന്ന് വെച്ചു, പണി പാളിയാലോ. അതുകൊണ്ട് ഞാൻ കൂട്ടാൻ ഉണ്ടാക്കാൻ തീരുമാനിച്ചു. അപ്പോഴാണ് ഈ വെള്ളരിക്കയും മാങ്ങയൊക്കെ എൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ കയറി വന്നത്. മാങ്ങ ഞാനിപ്പോൾ പുറത്തുനിന്ന് വാങ്ങിക്കുകയാണ് ചെയ്തത്, മാങ്ങ ഉണ്ടായിരുന്നില്ല. അപ്പോൾ മാങ്ങയും വെള്ളരിക്കയും മോരും, അപ്പോൾ ഈസി പ്രിപ്പറേഷനാണ്. എല്ലാ സ്ത്രീകൾക്കും എപ്പോഴും ഉള്ളൊരു ടെൻഷനാണല്ലേ, എന്ത് കറിയാണ് നാളത്തേക്ക് വെക്കുക എന്നുള്ളൊരു ടെൻഷനല്ല, നമ്മൾ എപ്പോഴും ആലോചിച്ചുകൊണ്ടിരിക്കും. തലേ ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച മുന്നേയൊക്കെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കും. വർക്കിംഗ് വുമണൊക്കെ ആണെങ്കിൽ പറയും വേണ്ട, അവർക്ക് ആ ഒരു വോൾ വീക്കിൻ്റെ ആലോചിച്ച് നമ്മൾ തീരുമാനിച്ച് വെക്കേണ്ടി വരും. കാരണം പിന്നെ സാധനങ്ങൾ മേടിക്കുക അതിനൊന്നും ചിലപ്പോൾ സമയം കിട്ടിയെന്ന് വരില്ലല്ലോ. ചിലർ മുന്നേ കൂട്ടി ഉണ്ടാക്കി വെക്കണവരുണ്ടാവും ഫ്രിഡ്ജിൽ. അങ്ങനെയൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്, പല അഡ്ജസ്റ്റ്മെൻറ്റ്, പല രീതിയിൽ അവർ അഡ്ജസ്റ്റ് ചെയ്തിട്ട്. പക്ഷേ ഞാൻ അവരെ നമിക്കലു കേട്ടോ, കാരണം ഇത്രയും പണികൾ കഴിഞ്ഞിട്ട് പിന്നെ ഓഫീസിൽ പോയിട്ട് ജോലി ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ ചിലർ പണിയല്ല. അപ്പോൾ ഞാൻ മനസ്സിൽ വിചാരിച്ചു, ഓരോ കറികൾ ഇങ്ങനെ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ഐഡിയ കിട്ടും, നാളെ ഇത് ഉണ്ടാക്കാം അല്ലെങ്കിൽ അടുത്ത ആഴ്ച ഇത് ഉണ്ടാക്കാം എന്നുള്ളത് അല്ലേ. എൻ്റെ വക ചെറിയൊരു ഹെൽപ്പ്. ചിലപ്പോൾ അറിയുന്ന കറികളായിരിക്കും, പക്ഷെ നമ്മൾ മറന്നു കിടക്കുക. ഞങ്ങളുടെ ഗുരുവായൂർ വീട്ടിൽ എപ്പോഴും ഉണ്ടാക്കുന്ന ഒരു കറിയാണ് വെള്ളരിക്കും മാങ്ങയും കൂട്ടിയിട്ടുള്ള കൂട്ടാൻ. മാങ്ങയുടെ സീസണായ പിന്നെ പറയും വേണ്ട, എപ്പോഴും ഉണ്ടാക്കും ഈ കൂട്ടാനുകളൊക്കെ. അതേപോലെ പരിപ്പിട്ടിട്ടുള്ള കൂട്ടാൻ, മുരിങ്ങക്കായ ഇട്ടിട്ടുള്ള മുരിങ്ങക്കയും മാങ്ങയും ഒക്കെ പറഞ്ഞിട്ട് കുറേ സംഭവങ്ങൾ. പിന്നെ ചക്ക പുഴുക്ക്. അപ്പോൾ നമ്മൾ മാങ്ങയിൽ നിന്ന് വിട്ടിട്ട് ചക്കയിലേക്കായി ഡിസ്കഷൻ. നമുക്ക് എന്തായാലും റെസിപ്പി കാണാം കേട്ടോ. റെസിപ്പി കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്നോട് പറയുകയും വേണം. ഓക്കെ, അപ്പോൾ എന്തായാലും റെസിപ്പിയിലേക്ക് പോവാം. ഞാനൊരു പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇതാ ഞാൻ വെള്ളരിക്ക മുഴുവൻ എടുക്കുകയാണ്. കുറച്ചേ ഉള്ളൂ, അതിൻ്റെ ആ ഒരു കുരുക്കളൊക്കെ കളയുമല്ലോ നമ്മൾ. ചെറുതായിട്ട് ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് വെച്ചപ്പോൾ ഇത്രയേ ഉള്ളൂ. അത് ഞാൻ മുഴുവൻ ഇടുകയാണ്. നമ്മൾ ആദ്യം വെള്ളരിക്ക മാത്രം ഇട്ടിട്ട് ഒന്ന് വേവിക്കാൻ പോവുകയാണ്. വെള്ളരിക്ക ഇട്ടു. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പിടാം, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, ആവശ്യത്തിന് മുളക് പൊടി കേട്ടോ. ഇനി കുറച്ച് വെള്ളം ഒഴിക്കാൻ പോവാണ്. ഇതൊന്ന് ഗ്യാസ് കത്തിച്ചിട്ട് നമുക്ക് വേവിക്കാൻ തുടങ്ങാം. വെള്ളരിക്ക ഒന്ന് വേവട്ടെ കേട്ടോ, എന്നിട്ട് നമുക്ക് മാങ്ങ ചേർക്കാം. നമുക്ക് കഷ്ണങ്ങൾ വെന്ത് കിട്ടുന്ന സമയം കൊണ്ട് അരയ്ക്കാൻ നോക്കാം. ഞാനൊരു അരമുറി തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്, മിക്സിയിലേക്ക് ഇട്ടു. ഇനി ഒരു പിഞ്ച് ജീരകം ഇടുകയാണ്. ഇനി ആവശ്യത്തിന് മോര് വേണമെങ്കിൽ കുറച്ചും കൂടി ഒഴിക്കാം. ഇനി അരച്ച് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ ഒഴിക്കാം. വെള്ളം വേണമെങ്കിൽ വെള്ളം ഒഴിക്കാം കേട്ടോ, അത് എങ്ങനെയാ വെച്ചാൽ. ഇനി നമുക്കിത് അരച്ചെടുക്കാം. വെള്ളരിക്ക ഏകദേശം വെന്തിട്ടുണ്ട്. ഞാനിതാ മാങ്ങ ഒരു മാങ്ങ ഞാൻ ഇടുന്നു. മാങ്ങയ്ക്ക് നല്ല പുളിയുണ്ട്. സോ ഞാൻ ഇങ്ങനെ ചെത്തിയിട്ടാണ്, തോലൊക്കെ തോല് കളഞ്ഞിട്ട് ചെത്ത് മാങ്ങ എന്നാണ് ഇതിന് പറയാം. ഞാൻ ചെത്തി വെച്ചിരിക്കുകയാണ് മാങ്ങ. ഇനി ഞാൻ ഇത് ആഡ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. ഞാനൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു. മാങ്ങ ഏറ്റവും ആദ്യം ഇടാത്തത് എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അലിഞ്ഞു പോവും. വെള്ളരിക്ക വെന്ത് വരുമ്പോഴേക്കും ഇത് അലിഞ്ഞു പോകും. അതുകൊണ്ടാണ് മാങ്ങ ചേർക്കാത്തത് ഒരുമിച്ചിട്ട്. സമയമൊന്നും ഇല്ലാത്തവർക്ക് വേണമെങ്കിൽ ചേർക്കാൻ കുഴപ്പമില്ല, മാങ്ങ കുറച്ച് ഉടഞ്ഞു പോകുന്നേ ഉള്ളൂ.
ഇതിൻ്റെ ഈ വെള്ളരിക്കയും മാങ്ങയും മോരൊഴിച്ച് കൂട്ടാൻ്റെ ഏറ്റവും നല്ല കോമ്പിനേഷനായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് മീൻ വറുത്തതാണ്. ഇന്ന് ഞങ്ങൾക്ക് മീൻ വറുത്തുണ്ട് കേട്ടോ. അപ്പുറത്തെ തയ്യാറായിക്കൊണ്ടിരിക്കുന്നത് മീൻ വറുത്തത്. പാര എന്ന് പറഞ്ഞ മീനാണ് വറുക്കണേ. അപ്പോൾ നമുക്ക് പാര വിട്ടിട്ട് നമ്മുടെ കൂട്ടാണ്ടിക്ക് വരാം. ഇനിയിപ്പോൾ ഇതൊന്ന് വേവട്ടെ. മാങ്ങയെന്ന് വെന്ത് കഴിയുമ്പോൾ നമുക്ക് അരവ് എടുത്ത് വെച്ചിട്ടുള്ളത് ഒഴിക്കാം. മാങ്ങ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഞാൻ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങ ആഡ് ചെയ്യാൻ പോവാണ്. മിക്സി ഒന്ന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതും കൂടി ഒഴിക്കുകയാണ്. ഇനി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. വളരെ ഈസി ആയിട്ടുള്ളൊരു കൂട്ടാനാണ് വെള്ളരിക്കയും മാങ്ങയും മോരൊഴിച്ച് കൂട്ടാൻ. ഇനി ഇത് ഒരുപാട് തിളയ്ക്കേണ്ട കാര്യമില്ല. ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, തേങ്ങ അരച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് തിളയ്ക്കേണ്ട കാര്യമില്ല. ജസ്റ്റ് ഒന്ന് തിള വരുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം. അത് കഴിയുമ്പോൾ നമുക്ക് തളിക്കാം. തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യാൻ പോവാണ്. അപ്പുറത്ത് മീൻ്റെ കേട്ടോ ഭയങ്കര ചീന്നുള്ള സൗണ്ട്. ഇനി ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. എന്നിട്ട് അതിൻ്റെ മുകളിലേക്കാണ് താളിച്ച് ഒഴിക്കാൻ പോണത്. ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട് ചൂടാക്കാൻ വേണ്ടിയിട്ട്. ഇത് ചൂടായി. ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. നമ്മൾ ഇങ്ങനത്തെ കൂട്ടാനുകൾ ഉണ്ടാക്കുമ്പോൾ വെളിച്ചെണ്ണയാണ് ടേസ്റ്റ് കൂടുക. പിന്നെ വെളിച്ചെണ്ണ യൂസ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ എന്ത് ഓയിൽ യൂസ് ചെയ്താലും കുഴപ്പമില്ല കേട്ടോ. ഇനി എണ്ണ ചൂടാകുമ്പോൾ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. എണ്ണ ചൂടായി. ഞാൻ കടുക് ഇടാൻ പോവാണ്. കടുകെല്ലാം പൊട്ടി. ഇനി നമുക്ക് ചുവന്ന മുളക് ഇടാം. ചുവന്ന മുളകിൻ്റെ കൂടെ തന്നെ കറിവേപ്പിലയും കൂടി ഇടാണ്. കുറച്ച് ഉലുവയും കൂടി ഇടുകയാണ്. എല്ലാം പൊട്ടിയിട്ടുണ്ട്. ഞാൻ ഇനി കറിയുടെ മുകളിലേക്ക് ഒഴിക്കാൻ പോണത്. നല്ല അടിപൊളി മണമൊക്കെ വരുന്നുണ്ട്. വെള്ളരിക്കയും മാങ്ങയും മോരൊഴിച്ച് കൂട്ടാനാണ്. എന്തായി വെള്ളരിക്കയും മാങ്ങയും മോരൊഴിച്ച് കൂട്ടാൻ്റെ റെസിപ്പി ഇഷ്ടമായോ? അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കില്ലേ? അപ്പോൾ ശരി, അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. എല്ലാവരും ടേക്ക് കെയർ. ബൈ. ഹാവ് എ ഗ്രേറ്റ് ഡേ.